ഹായ് നമസ്കാരം. ട്രൈബ് ഡിലീഷ്യയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ നിൽക്കുന്ന 5 വിളക്കിൻ്റെ നാടായ ചങ്ങനാശ്ശേരിയിൽ വെച്ചാണ്. ഇന്ന് നമ്മുടെ കുക്കിംഗ് ഇവിടെ വെച്ചാണ് ചെയ്യുന്നത്. ഇന്നത്തെ ഡെലീഷ്യസ് ഐറ്റം എന്ന് പറയുന്നത് അമ്മച്ചിയുടെ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ റെസിപ്പി കാശ്മീരി ചിക്കൻ. കഴിഞ്ഞ പ്രാവശ്യം അമ്മച്ചിയുടെ ഒരു റെസിപ്പി ഞങ്ങൾ ചെയ്തപ്പം പലരും ചോദിച്ചു അമ്മച്ചിയും കൂടെ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ചെയ്യാമായിരുന്നെന്ന്. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഇത്തവണ വീണ്ടും അമ്മച്ചിയുടെ റെസിപ്പി ആയപ്പം അമ്മച്ചിയും കൂടെ ഉൾപ്പെടുത്തി ചെയ്യാം. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഡ്രൈവ് ചങ്ങനാശ്ശേരിക്കാക്കി. ഇപ്പോൾ അമ്മച്ചിയുടെ വീട്ടിൽ ചങ്ങനാശ്ശേരിയിലാണ്. അമ്മച്ചിക്ക് പുറത്തോട്ടൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ കുക്കിംഗ് ഇന്നത്തെ നമ്മുടെ വീടിൻ്റെ ടെറസിൽ ആക്കി. അതെ. കാശ്മീരി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചിക്കൻ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി അതിന് ശേഷം ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണിത്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ചിക്കൻ ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സവാള കട്ട് ചെയ്യാം. ഇവിടെ 4 വലിയ സവാളയാണ് വേണ്ടത്. ബ്രൗൺ നിറമായിട്ടുണ്ട്, നമുക്കിത് എടുക്കാം. കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് വറക്കാം. നമുക്ക് ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സവാള വഴറ്റിയെടുക്കാം. സവാള ഇവിടെ വഴറ്റുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ട മസാലകളൊക്കെ പൊടിച്ചെടുത്തിട്ട് വരാം. നമുക്ക് സവാള വഴണ്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അത് ഞാനിവിടെ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിതുവരെ ഒറ്റയ്ക്ക് കാശ്മീരി ചിക്കൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം അമ്മച്ചിയോട് ചോദിക്കുമായിരുന്നു എല്ലാം ശരിയാണോന്ന്. എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. ആദ്യം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓരോ ടീസ്പൂൺ വീതം ആഡ് ചെയ്യണം. അത് ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനകത്തൊരു മസാലയുണ്ട്. ആ മസാലയ്ക്കകത്ത് എന്തൊക്കെയാണെന്ന് പറയാം. കസ്കസ് ഉണ്ട്, ജീരകം, കടുക്, പെപ്പർ, തക്കോലപ്പുട്ട്, പിന്നെ കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക. ഇത്രയും കാര്യം കൂടെ നമ്മൾ മിക്സിയിൽ വെള്ളം ചേർക്കാതെ ആദ്യം നന്നായിട്ടൊരു ഫൈൻ പൗഡറായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അല്ലേ പൊടിച്ചിട്ട് നന്നായിട്ട് പൗഡറാക്കി എടുത്തതിന് ശേഷം വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. എന്നിട്ട് അതിലേക്കാണ് നമ്മൾ ആ അരച്ച് വെച്ചതിനകത്തോട്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും കൊറിയാണ്ടർ പൗഡറും ആഡ് ചെയ്യും. ആഡ് ചെയ്തതാണ് ഇത്. അപ്പം ജിഞ്ചർ വഴറ്റണം. അതിനുശേഷം ലാസ്റ്റിൽ നമ്മൾ ഒരു ടൊമാറ്റോ അരച്ചത് അല്ലേ, 2 ടൊമാറ്റോ അരച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ആ അരച്ചതും നമുക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ അതിനകത്തോട്ടിടും. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ 2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അത് കുക്കായതിന് ശേഷം ലാസ്റ്റിൽ നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം ലാസ്റ്റിൽ നമ്മൾ റൈസിൻസും കാഷ്യൂവും അരച്ചത് നമ്മൾ സെർവ് ചെയ്യാൻ നേരത്തെ ലാസ്റ്റിൽ ആഡ് ചെയ്യുന്നത് അല്ലേ? ഇത്രയാണ് ആഡ് ചെയ്യുന്നത്.
കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നമ്മൾ അരച്ച് വെച്ച മസാല. സ്നിപ്പി, സ്നിപ്പി ചിക്കൻ വേണോ? സ്നിപ്പി ചിക്കൻ വേണോ നിനക്ക്? ചിക്കൻ്റെ മണം ചിക്കൻ്റെ മണം അടിച്ച് സ്നിപ്പ് ചെയ്ത്. ടൊമാറ്റോ അരച്ചത്. ശരിയാണ്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം. അതിനകത്തോട്ട് ചൂടുവെള്ളം 2 ഗ്ലാസ് ഒഴിക്കണം. വാട്ടർ ഒഴിച്ച് അടച്ച് വെച്ച് ഒരു 10 to 15 മിനിറ്റ്സ് കുക്ക് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആകും ചിക്കൻ. തീ ഓഫ് ചെയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ കാശ്മീരി ചിക്കൻ റെഡിയായി. അപ്പോൾ ലാസ്റ്റിൽ നമുക്ക് കാഷ്യൂവും റേസിൻസും അരച്ചത് ഒഴിക്കണം. കാശ്മീരി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചിക്കൻ റെസിപ്പികളിലും ഇച്ചാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളിലൊന്നാന്ന് തോന്നുന്നല്ലേ? കല്യാണം ഉറച്ച സമയത്ത് എപ്പോഴും ഈ കാശ്മീരി ചിക്കൻ്റെ കഥ പറയുമായിരുന്നു. അപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഞാനിവിടെ വന്നപ്പോൾ അമ്മച്ചിയുടെ കാശ്മീരി ചിക്കൻ കഴിക്കാൻ വേണ്ടി. ഞാനേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയായിരുന്നു. നിങ്ങളുടെ കാശ്മീരി ചിക്കൻ്റെ കൂടെ കഴിക്കാമല്ലോ എന്ന് ഓർത്ത്. ഇത് നല്ല കോമ്പിനേഷൻ അല്ലേ? അത് ഭയങ്കര ഡെക്കറേഷൻ. നല്ലതായിരിക്കും അതിൻ്റെ കൂടെ. ഇതിൻ്റെ മണം അങ്ങ് അവിടെ വന്നു കേട്ടോ. നിങ്ങളുടെ കാശ്മീരി ചിക്കൻ്റെ മണം അങ്ങ് വന്നു. അതാ പോകാതെ നിൽക്കുന്ന അവിടെ. അയ്യോ, വെയിറ്റ് ചെയ്യുക എപ്പോഴാണ് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ കിട്ടുമല്ലോ എന്നോർത്ത്. സിപ്പിക്ക് സ്പെഷ്യൽ എല്ലാം വേറെ കൊടുക്കും. ചിക്കൻ വേണോ? വേണോ കുട്ടിനെ? ആ, ഇനി നിങ്ങളുടെ കാശ്മീരി ചിക്കൻ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. പിന്നെ ചൂടല്ലേ? ചൂടാണ്. ഇട്ടോ ഇട്ടോ ഇട്ടോ. ആ, കൊള്ളാം കേട്ടോ. നല്ല നല്ല ടേസ്റ്റാണ്. ചേട്ടാൻ പറഞ്ഞു ഞാൻ ചെയ്തത് മാത്രമേ. മമ്മി ഒരു ഉഗ്രം കുക്കല്ലേ? മേ
നല്ല സൂപ്പർ. നല്ല സന്തോഷമായി മമ്മിക്കും. ഇപ്പം അപ്പം ഞങ്ങൾ ഫ്രൈഡ് റൈസും കാശ്മീരി ചിക്കനും കൂടെ കഴിക്കാൻ പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് കൂടുതൽ കാണുവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നിടം വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.